അത് പറയുന്നതായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ട്. കണക്ഷൻ വിട്ടുപോയാണ് മാഷിൻ്റെ ഇതെല്ലാത്തിൻ്റെയും ചെന്ന് ഇത്രയും നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണം കണ്ടപ്പോൾ കണക്ഷൻ വിട്ടുപോകുന്നു പറയുന്നതിൻ്റെ. മാഷൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ അവർ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണമെന്ന് നമ്മുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങളെങ്ങനെ തടയണം? അത് പറയുന്നതായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ട്. കണക്ഷൻ വിട്ടുപോയാണ് മാഷിൻ്റെ ഇതെല്ലാത്തിൻ്റെയും ചെന്ന് ഇത്രയും നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണം കണ്ടപ്പോൾ കണക്ഷൻ വിട്ടുപോകുന്നു പറയുന്നതിൻ്റെ. മാഷൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്താ അതിൻ്റെ ഉദ്ദേശം? SIT തടയണമെന്ന് ആര്? പ്രതിപക്ഷേ. എന്തൊരു കരുത്തുറ്റ പ്രതിപക്ഷമാണ്. SIT പോലും തടയാൻ പറ്റിയ പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് ഇത്തരം BJPക്കെതിരെ കർശന നിലപാടെടുക്കുമ്പോഴാണ് മറ്റത്തൂരിൽ ഒരു പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നത്. മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ. ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും BJP ചേർന്നില്ല. എല്ലാ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJP ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ്. ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും BJP പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. അല്ല കേട്ടോ, അവർ ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJPയും കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവലിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? എന്ത് സാഹചര്യത്തിലാണ് നടപടിയെടുത്തത്? ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം? ഞങ്ങൾ അവരെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണം. രാജിവെച്ചല്ലോ, എത്രയോ പേര് രാജിവെച്ചു. അല്ലല്ലോ, അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത്. ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്ന പാർട്ടി. അതൊക്കെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ്. ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ UDFൻ്റെ നിലപാട് മാറുമോ? കേരളം മുഴുവൻ ഒരു നിലപാടാണ്. എത്ര പേര് SDPIക്കാർ വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു? BJP വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ രാജിവെച്ചു. ഇവിടെ ഒരു വിഷയം വന്നു, രാജി അപ്പം വെച്ചില്ല, അതുകൊണ്ട് അവരെ പുറത്താക്കി, അവർക്കെതിരെ നടപടിയെടുത്തു. അത് മാറിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഒരു വാശിയുടെ പ്രശ്നം. കോൺഗ്രസിൻ്റെ ഒരു റിബലിനെ CPM കൊണ്ടുപോയി. അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു. അതാണ് അവിടെ നടന്നത്. ആ വാശിയാണ്, പ്രാദേശികമായ വാശിയാണ്. അവർക്ക് വന്ന് BJP വോട്ട് ചെയ്തപ്പോൾ UDF നിലപാടിന് വിരുദ്ധമാണ്. അതാണ് നടപടിയെടുത്തത്. വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും അല്ലേ, അതുകൊണ്ടല്ലേ നടപടിയെടുത്തത്. പാർട്ടി നടപടിയെടുത്തത് തെറ്റായതുകൊണ്ടല്ലേ, അല്ലെ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുമോ? പക്ഷെ അവർ BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ ഈയിടെയിട്ട് കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട്. അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു, ഈ മറ്റത്തൂർ സംഭവത്തിൽ കയറെടുത്തു. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കരുത്.